ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 24-ാം തിരുലിഖിതം. എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തൊക്കെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ ലിഖിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വചനം. പുറപ്പാട് 20-24 അവിടുന്ന് പഠിപ്പിക്കുകയാണ്, എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഒരനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പേര് നിഷ സുനിൽ. ഞാൻ ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഇടവകയിൽ നിന്നും വരുന്നു. വിശുദ്ധ സേവ്യാർ പുണ്യാളന്റെ പള്ളിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് കഴിഞ്ഞ 2012 ഫെബ്രുവരി മാസത്തില് എന്റെ ഡെലിവറി കഴിഞ്ഞിരുന്ന സമയത്ത് ഞാനിങ്ങനെ ടെലിവിഷനിലൂടെ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും 21 വർഷം പഴക്കമുള്ള ചെവിയിലൂടെ പഴുക്കുന്ന അസുഖമുള്ള ഒരു കുട്ടിയുടെ സാക്ഷ്യം അച്ഛൻ ടെലിവിഷനിലൂടെ വായിച്ച് ഞാൻ കേട്ടു. ആ സമയത്ത് ആ കുട്ടിക്ക് 21 വർഷം പഴക്കമുള്ള ചെവിയിലൂടെ പഴുപ്പ് വരുന്ന അസുഖമായിരുന്നു. എനിക്ക് 27 വർഷമായിട്ട് ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 27 വർഷം ചെവിയിൽ പഴുപ്പ്. ചെറുപ്പത്തിൽ ടൈഫോയിഡ് വന്നതിനെ തുടർന്നാണ് അങ്ങനെ ഉണ്ടായത്. ഏകദേശം ഒരു 10 ENT ഡോക്ടേഴ്സിനെങ്കിലും ഞാൻ കാണിച്ചു. ലാസ്റ്റ് കാണിച്ചത് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലെ ഡോക്ടറിനെയായിരുന്നു. എന്നിട്ട് ബഡ്സ് ഇടരുതെന്ന് എന്നോട് പറയും. എന്നാൽ ഇറിറ്റേഷൻ കാരണം ഞാൻ ബഡ്സ് ഇടും. വീണ്ടും ചെവിക്കകത്ത് പഴുക്കും. പുറത്തേക്ക് പഴുപ്പൊന്നും വരാറില്ലായിരുന്നു, എങ്കിലും എപ്പോഴും ഒരു അസ്വസ്ഥതയായിരുന്നു ചെവിക്കകത്ത്. അങ്ങനെ ഞാൻ ഈ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ ഈ ചെവിയും സൗഖ്യമാക്കുകയാണെങ്കിൽ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊള്ളാം എന്ന് ഞാൻ പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ക്രമേണ എന്റെ അസുഖം 1 മാസത്തിനിടയ്ക്ക് മാറിക്കിട്ടി. ഇതുവരെയും പിന്നീട് വന്നിട്ടില്ല. ടെലിവിഷനിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പം വേറൊരു വ്യക്തി 21 വർഷമായി ചെവിയുടെ പഴുപ്പ് ഉണ്ടായിരുന്ന സൗഖ്യപ്പെട്ടത് സാക്ഷ്യപ്പെടുന്നത് കേട്ടു. ആ സമയത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം 1 മാസത്തിനുള്ളിൽ ഈ ചെവി, ഇത് 27 വർഷമായി ഈ കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡയാണ്, അതങ്ങോട്ട് സൗഖ്യപ്പെട്ടു. അതിനുശേഷം 6 മാസം പ്രായമായ എന്റെ കുഞ്ഞിന് ഈ പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ചതിനു ശേഷം 4 മാസം കഴിയുമ്പോഴാണ് എന്റെ കുഞ്ഞിനും ഇതേ അസുഖം തന്നെ ഉണ്ടായി. പനി വന്നു, ഇങ്ങനെ ചെവിക്ക് അതോടെ പഴുപ്പ് വന്നു. ആദ്യം ഹോസ്പിറ്റലിൽ പോയി മരുന്നൊഴിച്ചു, മാറി. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പഴുപ്പ് വന്നു. ആ സമയത്ത് ഞാൻ ഞായറാഴ്ചത്തെ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് കൊച്ചിന്റെ ചെവിയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. നാളെ നേരം വെളുക്കുമ്പോഴേക്കും എന്റെ കുഞ്ഞിന്റെ ചെവി ഉണങ്ങിയിരിക്കുന്നതായിട്ട് എനിക്ക് കാണണമെന്ന്. അതുപോലെ തന്നെ നേരം വെളുത്തപ്പോൾ ചെവി ഉണങ്ങിയിരിക്കുന്നതായിട്ട് കാണുകയും പിന്നീട് കുഞ്ഞിന് ജലദോഷം ഉണ്ടായപ്പോഴൊന്നും ചെവിയിലൂടെ പഴുപ്പ് ഇതുവരെയും വന്നിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ കുടുംബത്തെ ഡെലിവറി ചെയ്ത് അവൻ വിടുവിച്ച്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് 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 കർത്താവിനെ ആരാധിക്കാം. നന്ദി ഞാനെങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നുടെ നന്മകൾക്കാൽ, വാക്കുകൾ പോരനാഥാ ചൊല്ലാ ശക്തിയുമില്ലെനിക്ക്. നന്ദി ഞാനെങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നുടെ നന്മകൾക്കാൽ, വാക്കുകൾ പോരനാഥാ ചൊല്ലാ ശക്തിയുമില്ലെനിക്ക്. എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി നന്ദി ദൈവമേ നന്ദി. എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി നന്ദി ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുമ്പോൾ എങ്ങനെ അതിൽ പങ്കുചേരുന്നുവോ അതുപോലെ നല്ല തീഷ്ണതയോടെ ഒരുമിച്ച് ഈ പ്രാർത്ഥനകളിലും വചന ശുശ്രൂഷകളിലും ഈ ഒരു വലിയ ശുശ്രൂഷകളിൽ എല്ലാവരും നിങ്ങൾ പങ്കുചേരുക. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു.
കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഈ നിമിഷം ഈ നിമിഷം അത്ഭുത രാജാവായി, അത്ഭുത രാജാവായി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിറയണമേ. നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അങ്ങയെ അങ്ങയെ രാജാവും കർത്താവുമായി രാജാവും കർത്താവുമായി ഞാൻ ആരാധിക്കുന്നു. ഞാൻ ആരാധിക്കുന്നു. പാപവും പാപവും പാപമാർഗങ്ങളും പാപമാർഗങ്ങളും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. യേശുവേ, യേശുവേ, എന്റെ കുടുംബത്തിൽ എന്റെ കുടുംബത്തിൽ അവിടുന്ന് അവിടുന്ന് രക്ഷയുടെ അനുഭവം നൽകണമേ. രക്ഷയുടെ അനുഭവം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കുഞ്ഞു മക്കളെ സ്പർശിക്കണമേ. കുഞ്ഞുമക്കളെ സ്പർശിക്കണമേ. വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ. വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ. യേശുവേ, യേശുവേ, യേശുവേ. യേശുവേ, യൂറോപ്പിലും യൂറോപ്പിലും അമേരിക്കൻ ഐക്യനാടുകളിലും അമേരിക്കൻ ഐക്യനാടുകളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലുമായി എല്ലാ ഈ ഭൂഖണ്ഡങ്ങളിലുമായി വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന വചനശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായി കുടുംബങ്ങൾ മാറട്ടെ. ലോകത്തിൽ ലക്ഷോപലക്ഷം കുടുംബങ്ങൾ ഇതേ സമയം ദൈവത്തെ ആരാധിക്കുകയാണ്. വലിയ ലക്ഷക്കണക്കിന് അത്ഭുതങ്ങൾ കർത്താവ് ലോകത്തിൽ വർഷിക്കുന്ന സമയമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെല്ലാം ഹൃദയം തുറക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിന് അനുഭവമുണ്ട്. മടുപ്പ് കൂടാതെ രണ്ട് കൈ അത്രമാത്രം ആത്മാർത്ഥത സ്തുതിക്കാമോ അത്രയും തീക്ഷ്ണതയോടെ കർത്താവിനെ ആരാധിക്കണം. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, അഭിഷേകം ചെയ്യണമേ, ഓരോ കുടുംബങ്ങളിലേക്ക് ഇടപെടണമേ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ഓ ക്ഷീണങ്ങൾ മാറട്ടെ, മന്ദത മാറട്ടെ, മരവിപ്പ് മാറട്ടെ, അന്ധകാരങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, ബന്ധനം അഴിയട്ടെ, പൈശാചികൾ വിട്ടുപോകട്ടെ, രോഗത്തിന്റെ ആധിപത്യം തകരട്ടെ. എല്ലാ അന്ധകാരത്തെ ശാസിക്കുന്നു, ദുർബാധകളെ ബന്ധിക്കുന്നു, ദുർപീഡകളെ ആട്ടിപ്പായിക്കുന്നു. കടബാധ്യതകൾ വിട്ടുപോകട്ടെ, സംശയങ്ങൾ മാറിപ്പോകട്ടെ, വെറുപ്പിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 ആരാധന, ആരാധന. യേശുവേ, യേശുവേ, ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഈശോയെ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹമുള്ള ദൈവമേ, ഇന്ന് പ്രത്യേക നിയോഗങ്ങളോടെ പ്രത്യേക ഇന്റൻഷൻ വെച്ച് ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വലം കൈ നീട്ടണമേ കർത്താവെ. ഈ കുടുംബങ്ങളെ അവിടുന്ന് അനുസ്മരിക്കണമേ കർത്താവെ. അങ്ങയുടെ നാമത്തിൽ ഈ കുടുംബങ്ങളിൽ അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടൽ ഒരു യാഥാർത്ഥ്യമായി എന്ന് പറയാൻ തക്കവണ്ണം ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഇന്ന് നാം ചിന്തിക്കുന്നത് ധിക്കാരികളുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുന്ന കർത്താവ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 35-ാം അധ്യായം 18-ാം തിരുലിഖിതം, കർത്താവ് വൈകുകയോ സ്വസ്ഥനാവുകയോ ഇല്ല. അവിടുന്ന് നിർദയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പ്രതികാരം ചെയ്യുകയും ചെയ്യും. ധിക്കാരികളുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൽ തകർത്തു കളയുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൽ തകർത്തു കളയുന്ന കർത്താവ്.
ധിക്കാരികളുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുന്ന കർത്താവ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 35-ാം അധ്യായം 18-ാമത്തെ വാക്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൽ നാം കാണുന്ന ഒരു പ്രതിഭാസം, എന്തെങ്കിലും ആയിക്കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ മടിയില്ലാതെ മറ്റുള്ളവരെ ഞെരുക്കുന്ന ചില സ്വഭാവ പീഡ ചില ആളുകളെ ഗ്രസിക്കുകയാണ്. അധികാരത്തിലേക്ക് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ സാമ്പത്തികമായി ഒന്നുമില്ലായിരുന്നു, പിന്നെ പെട്ടെന്ന് സാമ്പത്തികമായി ഉയർന്നു, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു, കഷ്ടപ്പെട്ട് അങ്ങനെ ജോലി കിട്ടി, അങ്ങനെ ഒരു അധികാരത്തിലെത്തി, ഒരു ഓഫീസറായി, അല്ലെങ്കിൽ ഒരു മേലുദ്യോഗസ്ഥനായി, അതുമല്ലെങ്കിൽ ഒരു ഭരണകർത്താവായി, അതുമല്ലെങ്കിൽ ധനാഢ്യനായി, അതുമല്ലെങ്കിൽ 10 പേരുടെ നേതാവായി, ഒരു സംഘടനയുടെ പാർട്ടിയുടെ തലവനായി. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നിരവധി ദൈവമക്കളെ ഒരു സ്വഭാവ പീഡ ഞെരുക്കുകയാണ്. എന്താ ഞെരുക്കുന്നത്? മറ്റുള്ളവരെ പീഡിപ്പിക്കുക, ദൈവത്തിൽ നിന്ന് അകന്നു പോവുക, തിന്മ പ്രവർത്തിക്കുക. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 12-ാം അധ്യായം മുതൽ 14-ാമത്തെ അധ്യായത്തിന്റെ അവസാനം വരെ ഒരു രാജാവിന്റെ ചരിത്രം നമുക്കായി ദൈവം വിവരിക്കുന്നുണ്ട്. ജെറോബോവാം രാജാവ്. സോളമന്റെ മരണത്തോടുകൂടി ദൈവം ആ രാജ്യത്തെ 2ആയി വിഭജിച്ച് ഇസ്രായേലിന്റെ 10 ഗോത്രങ്ങളെ ജെറോബോവാം എന്ന രാജാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ജെറോബോവാം സോളമന്റെ കാലത്ത് സോളമന്റെ ഒരു ഭൃത്യനായിരുന്നു. സോളമന്റെ രാജ്യത്ത് അടിമകളുടെ മേൽനോട്ടം വഹിച്ചിരുന്നവനായ ഒരു വ്യക്തിയായിരുന്നു ജെറോബോവാം. സെരൂവ എന്ന വിധവയായിരുന്നു അവന്റെ അമ്മ. എന്നാൽ ദൈവം അഹിയ പ്രവാചകൻ അയച്ചു. അഹിയ പ്രവാചകൻ ഒരു മേലങ്കി എടുത്ത് 12ആയി മുറിച്ചിട്ട് 10 ഭാഗം എടുത്തിട്ട് ജെറോബോവാം എന്ന് പറഞ്ഞ ഈ അടിമയുടെ മേൽനോട്ടക്കാരന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതുപോലെ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ 10 ഗോത്രങ്ങൾ ദൈവം നിനക്ക് തരും, നീ രാജാവായിരിക്കും, ദൈവം നിന്നെ നടത്തും. ഇങ്ങനെല്ലാം പറഞ്ഞു. ജെറോബോവാം വളരെ എളിമയോടെ അങ്ങ് സ്വീകരിച്ചു. അങ്ങനെ അവൻ രാജാവായി. അവൻ ഇസ്രായേലിലെ 10 ഗോത്രങ്ങളെ അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം സെറ്റപ്പായി കഴിഞ്ഞപ്പോ പണമായി, അധികാരമായി, രാജാവായി, സൈന്യമായി, കിരീടമായി, ചെങ്കോലായി, ഇതെല്ലാം ആയി കഴിഞ്ഞപ്പോൾ അവന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോൾ നിരവധി തവണ ഇന്നല്ലെങ്കിൽ നാളെ ഇവൻ തിരിച്ചു വരും എന്ന് ദൈവം പ്രതീക്ഷിച്ച് പല സാഹചര്യങ്ങൾ ഒരുക്കി. അവനാകട്ടെ തിരിച്ചു വരാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, അവൻ പാപം ചെയ്തു, മറ്റുള്ളവരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു. ഇസ്രായേലിൽ മുഴുവൻ വിഗ്രഹാരാധനകളും ഒരുപാട് അരാജകത്തുകൾ അരങ്ങേറാൻ ഈ ജെറോബോവാം ഇടയാക്കി. വചനം പഠിപ്പിക്കുകയാണ്, അവന്റെ മുൻഗാമികളെക്കാൾ അധികമായി അവന്റെ ഹൃദയം കർത്താവിൽ നിന്ന് അകന്നുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് അവന്റെ കുടുംബത്തിൽ കർത്താവിന്റെ പ്രഹരമേറ്റ്. അവന്റെ കുട്ടി മരണാസന്നനായി, രോഗിയായി, ഒരു ചികിത്സയും ഫലിക്കാതെയായി. അങ്ങനെ ചികിത്സ ഫലിക്കാതെയായിരിക്കുന്ന സമയത്ത് ജെറോബോവാം ഭാര്യയോട് പറഞ്ഞു, നീ വേഷപ്രച്ഛന്നയായി, നീ ആരും അറിയാതെ എന്നെ രാജാവാകാൻ വേണ്ടി ദൈവം അയച്ച അഹിയ പ്രവാചകൻ ഇന്ന് പടുവൃദ്ധനായി, കണ്ണൊന്നും കാണാതെ നരച്ച് അങ്ങനെ വയോവൃദ്ധനായി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു കുടിലില്. നീ ആ പ്രവാചകൻ അടുത്ത് ചെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് പറഞ്ഞു തരും. അങ്ങനെ ജെറോബോവാമിന്റെ ഭാര്യ അഹിയ പ്രവാചകന്റെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. വേഷപ്രച്ഛന്നയായിട്ട് ഇങ്ങനെ വരികയാണ്. ജെറോബോവാമിന്റെ ഭാര്യ അഹിയ പ്രവാചകന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അഹിയ പ്രവാചകന്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് 1 രാജാക്കന്മാർ 14:4 വായിക്കുന്നു. വാർദ്ധക്യ നിമിത്തം കണ്ണ് മങ്ങിയിരുന്നതിനാൽ അവന് കാണാനേ സാധിച്ചിരുന്നില്ല. ജെറോബോവാമിന്റെ ഭാര്യ തന്റെ രോഗിയായ പുത്രനെ കുറിച്ച് ചോദിക്കാൻ വരുന്നെന്നും അവളോട് എന്ത് പറയണമെന്നും കർത്താവ് അഹിയായെ അറിയിച്ചു. വേറൊരുവളായി ഭാവിച്ചുകൊണ്ടാണ് അവൾ ചെന്നത്. 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ അവൾ വാതിൽ കടന്നപ്പോൾ കാൽപെരുമാറ്റം കേട്ടിട്ട് അഹിയ പറഞ്ഞു, അല്ലയോ ജെറോബോവാമിന്റെ ഭാര്യയെ, അകത്തു വരൂ, നീ വേറൊരുവളായി നടിക്കുന്നത് എന്തിന്? ദുസ്സഹമായ വാർത്ത നിന്നെ അറിയിക്കാൻ ഇതാ ഞാൻ നിയുക്തനായിരിക്കുന്നു.
നീ ചെന്ന് ജെറോബോവാമിനോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ജനത്തിന്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എന്റെ ജനമായി ഇസ്രായേലിനെ നായകനാക്കി, ദാവീദിന്റെ ഭവനത്തിൽ ഒരു രാജ്യം നിനക്ക് ഞാൻ തന്നു. നീയാകട്ടെ എന്റെ കൽപ്പനകൾ അനുസരിക്കുകയും എന്റെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്ത് പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അനുഗമിക്കുകയും ചെയ്ത ദാവീദിനെ പോലെ ആയിരുന്നില്ല. മാത്രമല്ല, നിന്റെ മുൻഗാമികളെക്കാൾ അധികം തിന്മ നീ പ്രവർത്തിച്ചു. നിന്റെ ഏതൊരു മുൻഗാമികളെക്കാൾ അധികമായി തിന്മ നീ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ദൈവം അഹിയ പ്രവാചകനിലൂടെ ജെറോബോവാമിന്റെ ഭാര്യയെ അറിയിച്ചു. എന്നിട്ട് അങ്ങനെയുള്ളൊരു കുടുംബമാണ്, അങ്ങനെയുള്ള ഭരണകർത്താവാണ് നീയെങ്കിൽ, അങ്ങനെയുള്ള കുടുംബമാണ് നീയെങ്കിൽ, അങ്ങനെയുള്ള ഓഫീസറാണ് നീയെങ്കിൽ, അങ്ങനെയുള്ള ഒരു നേതാവാണ് നീയെങ്കിൽ, ഇതാ തുടർന്ന് പഠിപ്പിക്കുകയാണ് 1 രാജാക്കന്മാർ 14 അധ്യായം 10 തിരുലിഖിതം. ജെറോബോവാമിന്റെ കുടുംബത്തെ ചവറുകൾ എരിയിച്ചു കളയുന്നത് പോലെ ഞാൻ പൂർണ്ണമായും നശിപ്പിക്കും. ജെറോബോവാമിന്റെ ബന്ധുക്കൾ ആരെങ്കിലും പട്ടണത്തിൽ വെച്ച് മരിച്ചാൽ അവരെ നായ്ക്കളും, വെളിമ്പ്രദേശത്ത് വെച്ച് മരിച്ചാൽ അവരെ പറവകളും ഭക്ഷിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്തത്. എഴുന്നേറ്റ് നീ വീട്ടിലേക്ക് പോവുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, ദൈവത്തിന്റെ മനസ്സ് ഇതാ അഹിയ പ്രവാചകനിലൂടെ ആ രാജാവിന്റെ ഭാര്യയെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ തുടർന്ന് സംഭവിക്കുകയാണ്. എന്നിട്ട് അതിന്റെ കാരണം 1 രാജാക്കന്മാർ 14 അധ്യായം 16 വാക്യത്തിൽ വായിക്കുകയാണ്. പാപം സ്വയം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്ത ജെറോബോവാം നിമിത്തം കർത്താവ് ഇസ്രായേലിനെ കൈവെടിഞ്ഞു. പാപം സ്വയം ചെയ്യുകയും മറ്റുള്ളവരെ പാപം ചെയ്യിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണോ ഇന്ന് നീ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ദൈവം നിന്നെ ചെറിയ അവസ്ഥയിൽ നിന്ന് ഉയർത്തി ഒരു വലിയ ഓഫീസിന്റെ തലവനാക്കി, ഒരു വലിയ പാർട്ടിയുടെ തലവനാക്കി, ഒരു വലിയ ഭരണകർത്താവാക്കി മാറ്റി, ഒരു ഉദ്യോഗസ്ഥനാക്കി മാറ്റി, ഒരു കുടുംബത്തിന്റെ തലവനാക്കി, ഒരു സ്ഥാപനത്തിന്റെ അധിപതിയാക്കി, ഒരു സമുദായത്തിന്റെ നേതാവാക്കി, ഒരു സമൂഹത്തിന്റെ അധിപനാക്കി. നിന്നെ ദൈവമാണ് ഇവിടെ എത്തിച്ചത് സഹോദര, നിന്നെ ദൈവമാണ് വൈതലെ ഇവിടെ എത്തിച്ചത്. എന്നിട്ട് നിന്നെ ദൈവം എത്തിച്ച ആ വഴികളൊക്കെ നീ മറന്നിട്ട് നീ ഇന്ന് നിന്റെ സഹോദരങ്ങളെ പീഡിപ്പിക്കുന്ന, സഹോദരങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, സഹോദരങ്ങളെ മദ്യപാനത്തിന് പ്രേരിപ്പിക്കുന്ന, കൈക്കൂലിക്ക് പ്രേരിപ്പിക്കുന്ന, അസത്യത്തിന് പ്രേരിപ്പിക്കുന്ന, തിന്മയ്ക്ക് പ്രേരിപ്പിക്കുന്ന, മറ്റുള്ളവരോട് നിർദ്ദയം പെരുമാറുന്ന ദൈവത്തിന്റെ മുമ്പിൽ ധിക്കാരത്തിന്റെ ഒരു വഴിയാണോ നീ തുടരുന്നത്? ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, നീ അധിക നാൾ ഇത് മുമ്പോട്ട് പോവുകയില്ല. ലോകാരംഭം മുതൽ നിനക്കിത് മനസ്സിലായിട്ടില്ലേ? ജോബിന്റെ പുസ്തകം 20 അധ്യായം 4 മുതൽ വാക്യങ്ങൾ. പണ്ട് മുതൽക്കേ ഭൂമിയിൽ മനുഷ്യൻ ഉത്ഭവിച്ച കാലം മുതലേ നിനക്കത് അറിവുള്ളതല്ലേ? ദുഷ്ടന്റെ ജയപേരി ക്ഷണികമാണെന്ന്, അവന്റെ സന്തോഷം നൈനിമിഷകമാണെന്ന്. ജോബിന്റെ പുസ്തകം 20 അധ്യായം വാക്യം, ദുഷ്ടൻ തന്റെ വിസർജന വസ്തു പോലെ നശിച്ചു പോകും. എന്താ കാരണം? സങ്കീർത്തന പുസ്തകത്തിൽ 93 അധ്യായം 23 തിരുലിഖിതം, അവിടുന്ന് അവരുടെ അകൃത്യം അവരുടെ നേരെ തന്നെ തിരിച്ചുവിടും, അവരുടെ ദുഷ്ടത മൂലം അവരെ നിർമാർജനം ചെയ്യും, അവരുടെ ദൈവമായ കർത്താവ് അവരെ തൂത്തെറിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സംഭവിക്കും. എന്നും ഇങ്ങനെ മുടിചൂടാമണ്ണനായിരിക്കും എന്ന് വിചാരിക്കരുത്. എന്നും ഇങ്ങനെ മുടിചൂടാമണ്ണനായിരിക്കും എന്ന് വിചാരിക്കരുത്. അവരുടെ ദുഷ്ടത അവരെ തൂത്തെറിയും. ചിന്തിച്ചു നോക്കുക, നോഹയുടെ കാലത്ത് ജനം ദുഷിച്ചു. ദൈവത്തിന്റെ മുമ്പിൽ ദൈവഭയത്തോടെ നോഹ ജീവിച്ചു. ആ നോഹ നിലനിന്നു. ദൈവഭയമില്ലാതെ അറുതിയില്ലാതെ ദുഷ്ടത ചെയ്ത ഇടം വല തിരിച്ചറിവില്ലാത്തവർ കൂട്ടത്തോടെ നശിച്ചു. ലോത്തിന്റെ കാലം ഓർക്കുക മക്കളെ. ലോത്ത് ദൈവഭയത്തോടെ ജീവിച്ച് ലോത്ത് ഇന്നും നിലനിൽക്കുന്നു. എന്നാൽ ദൈവമില്ലാതെ ദുഷ്ടതയോടെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പരക്കം പാഞ്ഞവർ അവർ തുടച്ചു മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 35 അധ്യായം 18 തിരുലിഖിതം, കർത്താവ് വൈകുകയോ സ്വസ്ഥനാവുകയോ ഇല്ല. അവിടുന്ന് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. ധിക്കാരികളുടെ കൂട്ടത്തെ അവിടുന്ന് നിർമാർജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൽ അവിടുന്ന് തകർത്ത് കളയുകയും ചെയ്യും. സാവൂൾ ദൈവം ഉയർത്തി, അവൻ അനീതിയുടെ മാർഗത്തിൽ നടന്നു, അവൻ തുടച്ചു മാറ്റപ്പെട്ടു. ഇസ്രായേൽ അനേക രാജാക്കന്മാർ
അവർക്ക് പിൻഗാമികൾക്ക് ഒരിക്കലും സിംഹാസനിരിക്കാൻ പറ്റാത്ത വിധം അസമാധാനത്തിന്, തകർച്ചയുടെയും അരാജകത്തിന്റെ പിടിയിൽ തുടച്ചു മാറ്റപ്പെട്ട് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഓ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ ദൈവഭയത്തിന്റെ ഒരു പാത എനിക്ക് തുറന്നു തരണമേ. എനിക്ക് പണമുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് ബന്ധുക്കളുണ്ട്, എനിക്ക് സ്വാധീനമുണ്ട്, എനിക്ക് എന്റെ പാർട്ടിയുണ്ട്, എനിക്ക് എന്റെ ഭരണമുണ്ട്, എനിക്ക് എന്റെ ഭരണാധികാരമുണ്ട്. ഇതൊന്നും ഓർത്ത് ഒരാളെ പോലും വേദനിപ്പിക്കാതിരിക്കാൻ, സത്യത്തിന്റെ പാത വെടിയാതിരിക്കാൻ, ദൈവത്തിന്റെ വഴികൾ ഉപേക്ഷിക്കാതിരിക്കാൻ ദൈവമേ തിരിച്ചറിവ് തന്ന് അനുഗ്രഹിക്കണമേ, തിരിച്ചറിവ് തന്ന് അനുഗ്രഹിക്കണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കണമേ കർത്താവേ, അഭിഷേകം നിറയ്ക്കണമേ കർത്താവേ. ഓ മക്കളെ മുഷ്ടി സ്വഭാവത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കണമേ, തന്നിഷ്ട പ്രകൃതിയിൽ നിന്ന് മോചിപ്പിക്കണമേ, ധാർഷ്ട്യം കഴുകണമേ. ആരാധന, 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 ആരാധന. യേശുവേ, 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 ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ഈശോയുടെ അത്ഭുത നാമത്തിൽ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ഒരിക്കലും ഈ കുടുംബങ്ങളിൽ മർക്കടമുഷ്യ സ്വഭാവം, തന്നിഷ്ടം, ഏകാധിപത്യ സ്വഭാവം, ധിക്കാരം, ധാർഷ്ട്യം വേര് പിടിച്ച് ശക്തി പെടാതിരിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ, എളിമ, വിനയം, സത്യം, വിശുദ്ധി, പ്രാർത്ഥന കുടുംബങ്ങളിലേക്ക് നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, 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 ആമേൻ. പിതാവേ, അങ്ങയെന്നും ആരാധിക്കുന്നു. യേശുവേ, അങ്ങയെന്നും ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവാ എന്റെ ദൈവമേ, അങ്ങയെന്നും ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവാ എന്റെ ദൈവമേ, അങ്ങയെന്നും ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങയെന്നും ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങയെന്നും ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് നമ്മുടെ ഹൃദയം എത്രത്തോളം നാം തുറക്കുന്നുവോ അത്രയധികം ദൈവരാജ്യത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ നിറയും. രണ്ട് കരങ്ങൾ നന്നായി ഉയർത്തിപ്പിടിക്കാം. കുട്ടികളും വിദ്യാർത്ഥിനികളും കുടുംബങ്ങളെല്ലാം ഇപ്പോൾ വലിയ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്ത വലിയ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല. നമുക്ക് സംരക്ഷകൻ, നമുക്ക് അഡ്വക്കറ്റ്, നമുക്ക് ടീച്ചർ, നമുക്ക് നല്ല ഫ്രണ്ട് പരിശുദ്ധാത്മാവിനെ അയച്ചു. കൈകൾ ഉയർത്തി വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ, 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 ഈ കുടുംബങ്ങളിലേക്ക് നിറയണമേ, കുടുംബങ്ങളിലേക്ക് നിറയണമേ. ഓ ദൈവമേ,
പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ആരാധന പരിശുദ്ധാത്മാവാ